ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ? എന്റെ അപ്പച്ചൻ തല പൊട്ടിയിട്ട് 8 സ്റ്റിച്ചിട്ട് വീട്ടിൽ കിടന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും വന്ന് നോക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? പബ്ലിക് എങ്ങനെ 8 സ്റ്റിച്ച് വീണ്? വേലക്കാരി ചപ്പാത്തി പലേക്ക് എറിഞ്ഞതല്ലേ? ആ എംബ്രോയിഡറി വർക്ക് കാണാൻ ഞാൻ വരണോ? അതിന്റെ ആവശ്യം എനിക്കുണ്ടോ ജാസ്മിൻ? ഫെഡറിക്, എന്നെ വിചാരിച്ചിട്ടെങ്കിലും ഒരു സോറി എങ്കിലും പറയാൻ എന്റെ അപ്പച്ചന്റെ അടുത്തൊന്ന് വന്നോ? സോറി പറയാൻ നിന്റെ പപ്പ ഇവിടെ ഉണ്ടോ? ഈ ഹൈദരാബാദിൽ നിന്റെ പപ്പ ഉണ്ടോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നിന്റെ പപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഹൈദരാബാദിലെ ഒരു സ്വിമ്മിംഗ് പൂളിലെ പെണ്ണുങ്ങൾ വിക്കിലിട്ട് കുളിക്കാൻ ഇറങ്ങില്ല. എനിക്ക് ഉറപ്പാണ്, കൺഫേം ആണ്, നിന്റെ പപ്പ ഹൈദരാബാദിൽ ഇല്ല. ഫെഡറിക്, പബ്ലിക് ആണ്, പ്ലീസ്. അതിരിക്കട്ടെ, നിങ്ങൾ ഈ നേരം വെളുത്തത് എവിടെ പോയതായിരുന്നേ? ഞാൻ നടക്കാൻ പോയതാ. ഇത്ര സമയത്ത് നിങ്ങൾ നടക്കാൻ പോയതാണോ? നടന്ന് ഞാൻ അങ്ങോട്ട് ഓമയുടെ ചോട്ട് ചെന്നപ്പോ ഓമനക്കുട്ടി അവിടെ നിൽക്കുന്നു. അവളെ ചോദിച്ചു അപ്പച്ച എവിടെ പോവാന്ന്. അങ്ങനെ അവള് ഞാനവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവളെ എന്റെ കുറുപടി എടുത്ത് കൈ പിടിച്ചോണ്ട് ഞാൻ ഉള്ള കൂടി വെളുപ്പിനെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയപ്പോഴും റബ്ബർ തോട്ടത്തിന് അവിടെ ചെന്നപ്പോ റെബേക്ക നിൽക്കുന്നു. റെബേക്ക ചോദിച്ചു അപ്പച്ച കുറെ നാളായില്ലയോ കണ്ടിട്ടെന്ന് പറഞ്ഞ് റെബേക്ക ഞങ്ങളുടെ കൂടെ കൂടി അങ്ങോട്ട് കയറി ആ വളവ് അങ്ങോട്ട് കയറി ആ വാഴ ചെന്നപ്പോ വത്സല നിൽക്കുന്നു. വത്സലയും കൂട്ടി ഞങ്ങൾ കാര്യം പറഞ്ഞ ആ മാടത്തിന്റെ സൈഡിൽ ഇരിക്കുവായിരുന്നു. അങ്ങനെ താമസിച്ചു. അപ്പൊ നിങ്ങൾ നടക്കാൻ പോയതല്ല, വല്ലതും നടക്കുവോന്നാണ്. അല്ല പിന്നെ ഞാൻ എന്താ പറയണ? ഇനി ഞാൻ വത്സലോട് സംസാരിച്ചെന്താ ചോദിച്ചാൽ ഞാൻ വത്സലൊക്കെ നീ ഫ്രീ ആണെങ്കിൽ വീട്ടിൽ വന്ന് പുല്ലെന്ന് പറിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് വത്സല എന്താ പറഞ്ഞു? വത്സലൊന്നും പറഞ്ഞില്ല. അവിടെ ഭർത്താവ് പറഞ്ഞു പുല്ല കൂടുതൽ സംസാരിക്കാൻ നിന്റെ ഞാൻ വിട്ടു പോയിക്കോടാന്ന് പറഞ്ഞു. നിങ്ങളൊരു അമ്മയാണോ? അങ്ങനെ പറയണ്ട. നിങ്ങളൊരു അമ്മയാണോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. ഇപ്പൊ വരും 10 മാസത്തിന്റെ കണക്കിപ്പോ വരും. 9 മാസം നൊന്ത് പറ്റ ഒരമ്മയുടെ മുഖത്ത് നോക്കി ചേച്ചിമാരെ, സമൂഹമേ നിങ്ങൾ ഇത് സഹിക്കുവോ? കണ്ടോ പറഞ്ഞു കേട്ടോ ഞാനൊരു അമ്മയാണോന്ന്. ഏതമ്മ ഇത് സഹിക്കും? ഇവനെ ഒറ്റ മോനെ പൊന്നെ പൊടിയെ കണ്ണേ കറലേ കാതേ കറന്ന് പറഞ്ഞോണ്ട് നടന്ന നിങ്ങളിത് സഹിക്കുവോ? ഞാനിതെങ്ങനെ അമ്മയാണോന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നുമോൻ ചോദിക്കുക, അമ്മയാണോ? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നീ അങ്ങനെ അങ്ങനല്ല പറഞ്ഞത്. പലരും എന്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയാണോ എന്ന് ചോദിച്ചത്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നേ? കായംകുളത്ത് നിന്ന് അമ്പിളിയാണേ. അമ്പിളി, ഇനി ഡോക്ടറോട് സംസാരിച്ചോളൂ. ശരി. പറയാമ്പിളി. ഡോക്ടർ, ഞാൻ 45 വയസ്സുള്ള ഒരു യുവതിയാണ്. 45 വയസ്സുള്ളപ്പോ യുവതിയല്ലല്ലോ, അമ്മച്ചല്ലേ? എനിക്ക് കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. അയ്യോ, അതെന്റെ തെറ്റല്ല. സാർ, എനിക്ക് വീട്ടു ജോലി എല്ലാം കഴിഞ്ഞു ഒന്ന് കണ്ണടച്ച് കിടന്നൊന്ന് ഉറങ്ങാൻ എന്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല സാർ. ഞാൻ എന്ത് ചെയ്യട്ടെ? ഇപ്പൊ എന്താ ഭർത്താവിന്റെ പ്രശ്നം? ഒന്നും പറയണ്ട സാർ. ഇതൊക്കെ പുറത്ത് പറഞ്ഞ മാനക്കേടല്ലേ സാർ? മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോടും. പറയൂ അമ്പിളി. എന്റെ ഭർത്താവിന് ഭയങ്കര കൂർക്കം വലിയ സാർ. കൂർക്കം വലിയ ഡീപ് ആത്മീയ എന്ന് പറയും. അത് ഒരു വലിയ പ്രശ്നമെന്ന് ചിലർക്ക് തോന്നാം, ചെറിയ പ്രശ്നം ചിലർക്ക് തോന്നാം. അപ്പൊ അമ്പിളി ഒരു കാര്യം ചെയ്യും, ഞാൻ പെട്ടെന്നൊരു പരിഹാരം പറയാം. അതായത് നിങ്ങള് 2 വശത്തായിട്ട് കിടന്നുറങ്ങണം. സാർ, നമുക്ക് 2 പേർക്കും കൂടെ കിടക്കാൻ ഒരു റൂമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാ സാർ കിടക്കുന്നേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഒരാൾ കാസർഗോട്ടും ഒരാൾ തിരുവനന്തപുരത്ത്. പറഞ്ഞോണ്ടിരുന്നില്ലേ? എനിക്ക് കൂർക്കം വലി മാറോ സാർ? കൂർക്കം വലി മാറും എന്ന് തോന്നുന്നു. നിങ്ങൾ കിടന്നു നോക്കൂ കേട്ടോ, എന്നിട്ട് എന്നെ വിളിക്കൂ.